അങ്ങനെ നമ്മുടെ ഷിപ്പ് രാവിലെ ജമൈക്കയിൽ മോണ്ടിഗോ ബേയിലെത്തി. ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്, ടെർമിനലിൻ്റെ ഭാഗമൊക്കെ. ഇനി നമ്മൾ പുറത്തേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. അപ്പം ഇവിടെ നമ്മൾ ടെർമിനലിൻ്റെ എൻട്രൻസിലേക്ക് വന്നു. ഇവിടെ വെൽക്കം ടു മോണ്ടിഗോ ബേ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ടെർമിനലിനുള്ളിൽ കടന്നു കഴിയുമ്പോഴത്തേക്കും തന്നെ നമുക്ക് കാണാം, വേണ്ട ഇവിടെ നമ്മുടെ ഇവിടുത്തെ ഉസൈൻ ബോൾട്ട്, ക്രിസ് ഗിലെ ഇവരുടെ എല്ലാം പടങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെൽക്കം ടു ജമൈക്ക ഇവിടെ ഉണ്ട്. പിന്നെ ചെറിയ ടെർമിനലാണ്. ഇപ്പോൾ ഈ വരുന്ന വാനിൽ കയറി വേണം നമുക്ക് ടെർമിനലിന് വെളിയിലേക്ക് പോകാൻ. ഇപ്പം നമ്മുടെ ഷിപ്പ് ഇവിടെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ വേണ്ട ഇവിടെ തൊട്ടടുത്ത് മറ്റൊരു ഷിപ്പും കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യം വർക്ക് ചെയ്ത വലിയൊരു ഷിപ്പാണ്. അതായത് ഐഡ ലൂണ എന്നാണ് പേര്, ജർമ്മൻ ഷിപ്പാണ്. അപ്പം ഇത് 2012 സമയത്താണ്, 11-12 ഞാൻ ഈ ഷിപ്പിൽ വർക്ക് ചെയ്തത്. എന്തായാലും ഇനി നമ്മൾ ഇത് മെയിൻ എൻട്രൻസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ ഈ വാനിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ജസ്റ്റ് ഈ ബിൽഡിംഗ് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടാക്സി പിടിക്കാം. ടാക്സി പിടിച്ചിട്ട് വേണം, ആദ്യം നമ്മൾ പോകുന്ന ഒരു ബീച്ചിലേക്കാണ്. അപ്പം ഇനി ആദ്യം ഇറങ്ങി പുറത്തിറങ്ങി പേശി ടാക്സി പിടിച്ച് നമ്മൾ ബീച്ചിലേക്ക് പോകണം. അങ്ങനെ ഞങ്ങൾ ജമൈക്കയിൽ ഡോക്ടേഴ്സ് കേവ് എന്ന് പറഞ്ഞ ബീച്ചിലാണ് വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ജമൈക്കയിൽ വന്നു. ഇവിടുത്തെ ബീച്ചിലൊന്ന് ജസ്റ്റ് ഒന്ന് നടന്നു. കാരണം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീച്ചിൽ നമ്മൾ ശരിക്കും നല്ല തിരക്കാണ്, ടൂറിസ്റ്റുകൾ ഇഷ്ടം പോലെയുണ്ട്. ഞങ്ങളുടെ ഷിപ്പ് കൂടാതെ വേറൊരു ഷിപ്പ് കൂടെ വന്നിട്ടുണ്ട് ഇവിടെ. അതായത് ഞാൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്ത ഷിപ്പ് തന്നെയാണ്, ആ ഷിപ്പ് കൂടെ വന്നിട്ടുണ്ട്. അപ്പം നല്ല തിരക്കുണ്ട്. അതിൽ 2500 പാസഞ്ചേഴ്സ്, ഞങ്ങളുടെ ഷിപ്പിൽ ഒരു 1500 പാസഞ്ചേഴ്സ്, ഇത്രത്തോളം വരും ഏകദേശം. അപ്പോൾ 2 ഷിപ്പിൻ്റെ കൂടെ യാത്രക്കാർ വരുമ്പോൾ നല്ല തിരക്കാണ്. ഇന്ന് നല്ല ടൂറിസ്റ്റിന് നല്ല തിരക്കുള്ള ദിവസമാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഇവിടുത്തെ കാഴ്ച. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ജമൈക്കയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫാം വിസിറ്റ് ഇങ്ങനെയൊക്കെയുള്ള സംഭവത്തിൽ പോകാൻ പറ്റും. പക്ഷേ ഇന്നിവിടെ സാധിക്കുകയില്ല. കാരണം എന്താ വെച്ചാൽ ഈ പോർട്ടിൽ വേറെ പോർട്ടുണ്ട്. ഈ പോർട്ടിൽ നിന്ന് കുറച്ച് ദൂരെ പോകണം നമ്മൾ കാണണമെങ്കിൽ. അങ്ങനെ നമ്മുടെ ജമൈക്കയിലെ തെരുവിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് ജമൈക്കയിലെ കാഴ്ചകൾ. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് കേട്ടോ. ഞായറാഴ്ച കടകളൊക്കെ കുറച്ചൊക്കെ അടച്ചിട്ടേക്കുകയാണ്. നല്ല തിരക്കുണ്ട്, നല്ല തിരക്കുണ്ട്. ഇന്ന് 2 ഷിപ്പ്, ഞങ്ങളുടെ ഷിപ്പും വേറൊരു ഷിപ്പ് കൂടെയാണ് ഇവിടെ വന്നേക്കുന്നത്. അതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ട്. ജമൈക്കൻ സൂപ്പർ മാർക്കറ്റ്. ഞങ്ങളിവിടെ രണ്ടാമതൊരു ബീച്ചിലേക്ക് പോയതായിരുന്നു. പക്ഷേ അവിടെ എന്ന് പറഞ്ഞാൽ ലോക്കൽ ആൾക്കാർ മാത്രമാണ്. പിന്നെ എന്ന് പറയുമ്പോൾ ലോക്കൽ ആൾക്കാർ മാത്രം ഉള്ളിടത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത്ര സേഫ് അല്ല. ഇവിടെ നമ്മൾ സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ ഒരു ബീച്ച് എന്ന് പറഞ്ഞാൽ അത് കൺസ്ട്രക്ഷൻ നടക്കുവാണ്. അപ്പം നമ്മൾ ആദ്യം പോയ ബീച്ച് തന്നെയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഇവിടെ കഞ്ചാവ് ലീഗലാണ് കേട്ടോ. അതുകൊണ്ട് ഇതുപോലുള്ള കാഴ്ചകൾ നമ്മൾ വളരെയധികം ഇവിടെ സ്ട്രീറ്റുകളിൽ കാണാൻ സാധിക്കും. ഇവിടെ ഇഷ്ടംപോലെ സുവനീർ ഷോപ്പുകളുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ജമൈക്കയുടെ പ്രൊഡക്റ്റുകളെല്ലാം നമുക്കിവിടെ എല്ലായിടത്തും തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. വേറൊരു പരിപാടി നടന്നില്ല കേട്ടോ ഇവിടെ വന്നിട്ട്.
ശരിക്കും എവിടെയെങ്കിലും ഒരു കറങ്ങാനൊക്കെ വണ്ടി ഒരു ടാക്സി എടുത്ത് പോകണത്. പക്ഷേ ഇത് സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് പിന്നെ ഒത്തിരി ദൂരം പോകണമെന്നാണ് പറഞ്ഞത്, നമ്മളിപ്പോൾ എന്തെങ്കിലും ഔട്ടർ സിറ്റിയിലേക്ക് പോകണമെങ്കിൽ. അപ്പോൾ സിറ്റിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ ജമൈക്കയിൽ ഒരു ചെറിയൊരു കറക്കം കറങ്ങി, ബീച്ചിൽ പോയി, അതുപോലെ തന്നെ സ്ട്രീറ്റുകളിൽ കൂടി ഒന്ന് കറങ്ങി, അത്രേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഇവിടെ വേറെ നമ്മൾ പുറത്തേക്ക് പോകാമെന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ നടക്കുകയില്ല. കാരണം ഇതൊരു ഇച്ചിരി വലിയൊരു സിറ്റിയാണ്, മോണ്ടിഗോ ബേ എന്ന് പറയും, അതായത് ഫേമസ് ടൂറിസ്റ്റ് പ്ലേസ് ആണ്. പക്ഷേ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് പോകണമെങ്കിൽ ടാക്സി വിളിക്കണം, അപ്പോൾ കുറേ ദൂരം പോകണം. അപ്പോൾ അത് ഇന്ന് നടക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് ഇവിടെ ബീച്ചിലും ജസ്റ്റ് ടൗണിലും ഒന്ന് കറങ്ങിയിട്ട് നമ്മൾ തിരിച്ച് ഷിപ്പിലേക്ക് പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും വോയേജർ ഓഫ് കേരളയുടെ ഗുഡ് ബൈ. Yeah, man. $3. Go, man, go. Back to the ship. Back to the ship. Where is Usain Bolt live? Huh? Usain Bolt. Where does he live? Yeah. He lives in Kingston. Kingston. Yes. Okay. But he's from a parish we call Trelawney. How far from here? About 45 minutes. Yeah. I think last year, Kingston. With Oh, you've been here before? Yeah, Kingston and what's your Rio? Uh-huh. Yeah.